പൂക്കി മുഖ്യന്റെ മോഡിഫിക്കേഷൻ വാഗ്ദാനം തട്ടിപ്പാണെന്ന് ജനം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ വിദഗ്ധമായിട്ട് അങ്ങനെയല്ല, ആ വാഗ്ദാനം ഇതാ നടപ്പിലാക്കാൻ പോകുന്നു എന്ന തരത്തിൽ മനോരമ വിദഗ്ധമായിട്ട് ചെയ്ത ഒരു തട്ടിപ്പ് പരിപാടി നിങ്ങൾ കാണണ്ടേ. മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വാക്ക് പാലിക്കാൻ പോകുന്നു എന്ന് ഒരു വ്യാജ വാർത്ത അടിച്ചിറക്കുന്നു. എന്നിട്ട് ആ വാർത്തയിലൂടെ തന്നെ മനോരമ ഈ പറഞ്ഞതൊക്കെയും ഈ നാട്ടിൽ നിലവിൽ നടക്കുന്നതാണെന്നും അങ്ങനെ അദ്ദേഹം കൊടുത്തൊരു വാഗ്ദാനവും നടപ്പാക്കാൻ പറ്റില്ല എന്നൊരു റിയാലിറ്റി എങ്ങനെയാണ് വാർത്തയ്ക്കകത്തുകൂടെ വിദഗ്ധമായിട്ട് പൂക്കി മുഖ്യൻ വാക്ക് പാലിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോ വാർത്തയുടെ തുടക്കം നിങ്ങളൊന്ന് കേൾക്കൂ. ഇതാ പൂക്കി മുഖ്യൻ വാക്ക് പാലിക്കാൻ പോകുന്നു, മറ്റേ പൂക്കി നമ്പറും ചുണ്ടുകടി ആക്ഷനൊക്കെ കാണിച്ച് മനോരമ വലിയ ബിൽഡപ്പിലാണ് ആ വാർത്ത തുടങ്ങിയിരിക്കുന്നത്. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാകുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. തെരഞ്ഞെടുപ്പ് കാലത്ത് ജെൻസികളുടെയും പൂക്കികളുടെയും വാഹനപ്രേമികളുടെയും ഒക്കെ ഇടയിൽ വൈറലായിരുന്നു വി.ഡി. സതീശന്റെ ഈ പ്രഖ്യാപനം. മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ശേഷം ഈ പ്രഖ്യാപനം എന്ന് നടപ്പാകും എന്ന ചോദ്യത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ആ പൂക്കി ചിരി പിറന്നതും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? എന്തായാലും ആ കാത്തിരിപ്പിന് താൽക്കാലിക പരിഹാരമാവുകയാണ്. കണ്ടല്ലോ, ആ ഇൻട്രോ മുതൽ ഇത്രയായപ്പോ തന്നെ പൂക്കി മുഖ്യൻ ഒരു സംഭവം തന്നെ. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മോഡിഫിക്കേഷൻ അനുമതി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ 18 കാര്യങ്ങൾ എണ്ണി വിശദീകരിക്കുന്നു. ആ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കാത്തതാണോ അല്ലെങ്കിൽ അനുവദിക്കാത്തതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോളണം. ഏതൊക്കെ മോഡിഫിക്കേഷൻസ് അനുവദിക്കാം എന്നത് കൃത്യമായി പഠിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 18 തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നിയമ തടസ്സമില്ലാതെ ആരുടെയും അനുമതിയില്ലാതെ തന്നെ നടപ്പാക്കാം എന്നുള്ളതാണ് ഗതാഗത കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകളാണ്. അതായത് നല്ല ചിത്രങ്ങൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ തന്നെ ഇനി നമ്മുടെ വാഹനങ്ങളിൽ അനുവദിച്ചേക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കാവുന്ന തരത്തിലുള്ള മാന്യമായിട്ടുള്ള സ്റ്റിക്കറുകളായിരിക്കണം എന്ന് മാത്രം. മറ്റൊന്ന്, വാഹനത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള, നല്ല മിന്നിത്തിളങ്ങുന്ന